പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ 24 hours നോ സ്ലീപ്പ് ചലഞ്ചാണ് സുഹൃത്തുക്കളെ. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പൊ നമ്മള് ഇന്ന് 24 മണിക്കൂർ നമ്മളിത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ വ്ളോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2 മണി കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ രാവിലെ ഉറക്കം വേണ്ടിട്ട് പിന്നെ ഇത്ര നേരം നമ്മൾ എന്തായാലും ഉറങ്ങൂല. ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ ഓഫ് ആവും. എന്തുവാടാ കടിക്കുന്ന തിരക്കിലാണ്, നമ്മള് മൈൻഡ് ഇല്ല. ഓക്കെ, അപ്പൊ മൃദുല എന്ത് തോന്നുന്നു, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഷുവറായിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു സമയം കഴിഞ്ഞാൽ മൃദുലയുടെ കയ്യിൽ നിന്ന് പോകും. മൃദുല ഇരുന്ന് തന്നെ ഉറങ്ങാറുണ്ട്. അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. നമുക്ക് 24 മണിക്കൂറിന് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനകത്ത് എന്റർടൈൻമെന്റ്സ് ആവാം, ഗെയിംസ് ആവാം, മൂവീസ് ആവാം, ഡാൻസ് ആവാം, പാട്ടാവാം. കുറെ പരിപാടികളുണ്ട്. അപ്പം ഗൈസ്, പിന്നെ നമ്മുടെ കാർ ഷെഡിന്റെ പണി ഉടമ്പരായെന്ന് കാണിച്ചു തരാം കേട്ടോ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു തൂണില്ല, ഇത് ചുമ്മാ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ മാറ്റും. ലൈക്ക് ദാറ്റ് നമ്മൾ അതിൻ്റെ ഇത്രയും ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടി എടുത്ത് വെളിയിൽ കൊണ്ടിട്ടേക്കുവാണ്. 2 ദിവസമായിട്ട് വണ്ടി വെയിലെത്താൻ മുതലേ. അപ്പോൾ എന്തായാലും ചേട്ടന്മാരോടെ പണികൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് ഗ്ലാസ്സൊക്കെ വരുമ്പം ഫുള്ള് കവേർഡ് ആവും. പിന്നെ നമ്മളൊരു സൺലൈറ്റ് ഇവിടെ വെയിലടിക്കുന്ന കുറയും. പിന്നെ അങ്ങനെ മഴ പെയ്യുമ്പം ഈ ഒരു സ്റ്റെപ്പിൽ വെള്ളം വീഴുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി എന്തായാലും നമ്മൾ ഇവിടെയും കൂടി ഇടുന്നതുകൊണ്ട് ഫുൾ കവർ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും വെള്ളമൊന്നും വീഴുകയില്ല. വീടിൻ്റെ ഒരു ഭംഗി പോവും, ബ്യൂട്ടി പോവും ഉറപ്പായിട്ടും. ഗ്ലാസ് ഇടും. പിന്നെ നമുക്ക് പ്രാക്ടിക്കാലിറ്റി എന്നുള്ളത് നോക്കണ്ട. നമുക്ക് വണ്ടി നനയാതെ കിടക്കണം, വെയിലടിക്കരുത്, മഴ നനയരുത്. അതുകൊണ്ട് ഇങ്ങനെ ഇടുന്നു. അപ്പോൾ നമ്മൾ CCTV കവേർഡ് ആവുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നോക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം, പ്ലേസ് മാറ്റി വെക്കേണ്ടി വരും. കമ്പിയിലും എല്ലാം പ്ലേസ് ചെയ്യേണ്ടി വരും. ചലഞ്ച് തുടങ്ങി. കണ്ണ് അടയ്ക്കാനും പാടില്ല, കണ്ണ് ചിമ്മാത്ത ഏതോ ജീവി ഉണ്ടല്ലോ, തവളയാണോ ഏതോ ജീവിയുണ്ട് കണ്ണിങ്ങനെ ചിമ്മാത്ത. കൊച്ചു കുട്ടികളെ നമ്മള് വലിയവരെ അപേക്ഷിച്ച് കണ്ണ് ചിമ്മുന്ന കുറവായിരിക്കും. ആണോ? കണ്ണ് ചിമ്മത്തില്ല. നമ്മള് കണ്ണ് ചിമ്മ എടുക്കുന്ന അത്രയും സമയം അതിൽ കൂടുതൽ ടൈം എടുക്കും. ശരിയല്ലേ? കണ്ണ് ചിമ്മത്തില്ല. നമ്മളങ്ങനെ ഈ കണ്ണ് ചിമ്മലെന്ന് പറയുമ്പോൾ ഒരുപാട് ചിമ്മൽ. ഇന്നവർ അധികം പണിഞ്ഞില്ല കേട്ടോ, കാരണം മെറ്റീരിയൽ നമുക്ക് ഉടനെ വരത്തുള്ളൂ. അതുകൊണ്ട് അവർ ഇന്ന് പണി കുറച്ചേരം കഴിയാൻ പോയി. അങ്ങനെ പറയല്ലേ, സങ്കടം വരുന്ന വീട്. ഇതിപ്പോ ഫ്രെയിം ആയിട്ടാ, ഗ്ലാസ് വരുമ്പോ നോക്കിയോ കിണ്ണ ലുക്കായിരിക്കും. ഇനി പെയിന്റ് അടിക്കുമായിരിക്കും, എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ല, നമ്മുടെ ആ ഒരു ഇതിന്റെ കളർ നോക്ക്, ആ ഒരു കളർ തന്നെയല്ലേ അത്. അപ്പൊ അതുപോലെ വീട്ടിനകത്ത് കേറി കടിക്കാറിയാം, കടിച്ചു തരല്ലോ നിനക്ക്. ഇന്ന് നമ്മൾ ഉടങ്ങാതിരിക്കുവാണേ. ഇന്ന് നമ്മൾ ഗൈസ് എല്ലാവരും ഉടങ്ങാതിരിക്കുവാണേ. നിങ്ങൾ നമ്മളെ കൂടെ ഉടങ്ങാതിരിക്കണേ. പറ, നിങ്ങൾ നമ്മളെ കൂടെ ഉടങ്ങാതിരിക്കണേ. പുറത്തിറങ്ങിയ പിന്നെ കാഴ്ചകൾ കണക്കാ. പല്ല് മാത്രം വരുന്നില്ല ഇവിടെ അടിയിൽ. ഞാൻ സ്വപ്നം കണ്ടേട്ടാ ഇവന് പല്ല് വരുന്നു. അടിയിൽ 2 പല്ല് വന്നതേ. ഞാൻ ഒരു സ്വപ്നം കണ്ട, അവൻ എനിക്ക് ബാത്റൂമിൽ പോകണം അച്ഛന്ന് വിളിക്കുന്നു. സ്വന്തമായിട്ട് നടന്നു നടക്കുന്ന സ്വപ്നം ഞാനിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസം ഞാൻ പല്ല് വന്നെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഒരുപാട് കല്യാണത്തിന് മുമ്പ് ഒരുപാട് സ്വപ്നം കാണാറുണ്ടായിരുന്നു. എന്റെ കുഞ്ഞ് സൈക്കിൾ ഓട്ടി വരുന്നത്. ഇവന്റെ മുഖം കണ്ടുണ്ടോ? അതെന്താ, എനിക്ക് ജോൾസി അറിയോ? അത് പിന്നെ കുഞ്ഞ് സൈക്കിൾ ആരുടെയോ കുഞ്ഞുങ്ങള് നമ്മള് കല്യാണം കഴിച്ചിട്ട് ആലോചിക്കുമല്ലോ, കുട്ടികൾ പോകുന്നു, എനിക്ക് ചായ ഇട്ടുണ്ട് തരുന്നു, അങ്ങനത്തെ. ഈ മുഖം ഒരിക്കലും നമ്മള് പ്രതീക്ഷിച്ചല്ലേ? ആരെയും പ്രതീക്ഷിക്കൂ? കിടക്കുന്ന കൊച്ചിന്റെ മുഖം അതാണ്. ഞാൻ മറ്റേ എംഗ്ലൈസോസ് വീഡിയോകൾ കണ്ടായിരുന്നു അവനെ. അമ്മുവിന്റെ വീക്ക് പോയിന്റ് അത്. അപ്പൊ ഗൈസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ അടുത്ത വീടിനടുത്ത് നെയ്ബറിന്റെ തന്നെ.
കുഞ്ഞിൻ്റെ 1 വയസ്സാവും അല്ലേ, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പം നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോകണം. ഇത് നമ്മൾ 24 hours ആണെങ്കിൽ നമ്മൾ ഫുൾ ഡേ ഇങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒന്നുമില്ല, പകലല്ലേ, രാത്രിയാണ് നമ്മളെ ചലഞ്ച് അങ്ങോട്ട് ദീർഘിക്കാൻ വേണ്ടി പോകുന്നത്. രാത്രിയല്ല, വെളുപ്പാങ്കാലത്ത്. സോ നമ്മളിന്ന് നൈറ്റ് മാക്സിമം നമ്മൾ ഫിലിം ചാർജ് ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്തിട്ട് രാത്രി സിനിമ കാണാം. പക്ഷെ ചലഞ്ച് എന്താന്ന് വെച്ചാലേ ഇവൻ ഉറങ്ങണം. അപ്പൊ ഇവനെ വെച്ചോണ്ടിരുന്ന സിനിമയാണ് ഇവ ഉണരത്തില്ലേ. കടവയിടൊക്കെ കാണുന്ന അച്ഛാ ഞങ്ങളുടെ കടവയിടൊക്കെ കാണുന്നല്ലോ. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ ആദ്യം നമ്മള് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങണ്ടേ, ഡ്രസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മൾ കടയിൽ പോകും. 10-15 കിലോമീറ്റർ ഓടാവുള്ളൂ കേട്ടോ. അതും ഇവിടെ കയറി കഴിഞ്ഞാൽ ആയി. അതുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ മൃദുലയ്ക്കും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇഷ്ടം. എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനാ ഇഷ്ടം. ഇല്ല, ഈ വണ്ടിക്കകത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു കംഫർട്ട് ഭയങ്കര സുഖമാണ്. ബാക്കിൽ ആ ഒരു അത്രയും കംഫർട്ട് ഇല്ല. ബാക്കിൽ കംഫർട്ട് ഉണ്ട്, പക്ഷെ ഫ്രണ്ടിലത്തെ അത്രയില്ല. അതിപ്പോ എല്ലാ വണ്ടിയിലും അങ്ങനെയല്ലേ ഏട്ടാ? ചില വണ്ടിയിലൊക്കെ ബാക്കിലാണ്. അപ്പൊ നേരെ ഷോപ്പിലോട്ട്. അടുത്ത ഞങ്ങളുടെ 4 മാസം കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹേ ഗയ്സ്, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു. ഉറങ്ങോ പോണെന്ന് കേട്ടോ. അപ്പൊ നമ്മളിത് സമയം എത്ര മണിയായത്? സമയം 10:30. ഫാസ്റ്റ് ആയിട്ടല്ലേ 10:30 അങ്ങ് പോയത്. കുറെ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതുപോലെ നമ്മള് നെയ്ബേഴ്സിനെയൊക്കെ നമ്മള് അങ്ങനെ വലുതായിട്ട് കാണാൻ എല്ലാവരും തിരക്കാണ്, ജോലി കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മളൊക്കെ എല്ലാവരും കാണാറുള്ളൂ. അപ്പൊ ഇന്ന് കുറെ നേരം ഇരുന്ന് എല്ലായിടത്തും സംസാരിച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ സമയത്തൊന്നും ബ്ലോഗ് എടുത്തില്ല. പക്ഷെ നമ്മള് കുറെ നാളുകൾ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട ഒരു ഫീല്, സന്തോഷം ഇല്ലേ. നേരെ മാളിലോട്ട് പോലെ ഒരു മാൾ ഇന്ന് അവിടെ ഓഫറൊക്കെ നടക്കുന്നു പറയുന്നിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും സമയങ്ങൾ പോണ്ടേ, നമ്മൾ വീട്ടിൽ പോയിരുന്ന ഉറക്കം വരും. അതല്ല, നേരത്തെ ലുലുമോള് 11 മണിയാകുമ്പോ അടയ്ക്കും. ഇന്ന് കുഴപ്പമില്ല, 2 മണി വരെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പോയി കുറെ ടൈം അവിടെ നമുക്ക് ചെലവഴിക്കാം. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണെന്ന് പ്ലാൻ നോക്കാം. നൈറ്റ് ഡ്രൈവ് അടിച്ച് ഇങ്ങനെയൊക്കെ പോവാം. പോയിട്ടൊക്കെ വീട്ടിലൊക്കെ പതുക്കെ പോവാം. എനിക്ക് ഇന്ന് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ പെൻഡിങ് ഇട്ടിട്ടുണ്ട്. കാരണം കുറെ നേരത്തിൽ എനിക്ക് എഡിറ്റ് ഒക്കെ ചെയ്തോണ്ട് എനിക്കും എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ ജോലിയൊക്കെ രാത്രി ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഉറക്കാൻ പറ്റത്തില്ല. നമ്മുടെ മാളിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മളെ സിനിമ കയറാൻ വേണ്ടി പോവാം. 24 hours. ഞങ്ങൾക്ക് ഉറങ്ങണം. നമ്മൾ ഏത് പടം കാണാൻ പോന്നെ? അതാരായിരുന്നു? വിജയ് ആന്റണി. വിജയ് ആന്റണിയുടെ മാർഗൻ എന്ന് പറഞ്ഞ സിനിമയായിട്ടാണ് കാണാൻ പോകുന്നത്. ഓടി 10 പടം കണ്ടു വരാം ഗൈസ്. ഒരു കുപ്പി മിനറൽ വാട്ടർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. PVR അങ്ങനെ 70 രൂപയ്ക്ക് വെള്ളം വാങ്ങുന്നില്ല. PVRന്റെ വെള്ളത്തിന്റെ വില അറിയുന്നു ഇവിടെ 70 രൂപ മിനറൽ വാട്ടർ. ഇങ്ങനെയൊക്കെ വിൽക്കാമോ PVR? പടം തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത്രയും അമ്പോട്ട് ഉറങ്ങുന്നുണ്ടോ ഗൈസ്? കിട്ടില്ല പടം. ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. മേക്കിംഗ് എല്ലാം കൊള്ളാം. സസ്പെൻസ് ഉണ്ട്, എല്ലാം കൊള്ളാം. ഗൈസ് ഇപ്പം സമയം 11:53. 12 മണി ആയിട്ടുണ്ട്. 12 മണി പോയില്ലേ പെട്ടെന്ന്. സെറ്റ് ഇനിയാണ് ക്രൂഷ്യൽ. അങ്ങനെ സമയം ഇപ്പം എത്ര മണിയായി സുഹൃത്തുക്കളെ? 1 മണി കഴിയുമ്പോഴേ സമയം പോയത് അറിഞ്ഞില്ല. ആ സമയം പോവും. എങ്ങനെയാണെങ്കിൽ സമയം പെട്ടെന്ന് പോകും. പക്ഷെ പടം എൻ്റെ പൊന്നു, ഈ ഇടയ്ക്ക് കണ്ടയില്ലേ പൊളിപ്പടം. നമ്മുടെ ഭയങ്കര ഡിസ്റ്റാ, ഭയങ്കര. നിങ്ങൾക്ക് കണ്ടു നോക്കട്ടോ ഈ പടം. എന്ത് പടത്തിന്റെ പേര്? മാർഗൻ. ഒന്ന് കണ്ടു നോക്കണേ. അത് കറക്റ്റ് ആണ്. ആ പടത്തിന്റെ പേര് മാർഗൻ കാണിക്കുന്നത് ഒരാളാണ് വഴി കാട്ടുന്നത്. അപ്പം പടം ഒരു രക്ഷയില്ലാത്ത പടമാണ്. മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും.
സൂപ്പർ പടം. എന്റെ പൊന്നിന്ന് സൈലണ്ടായിരുന്നു. സൗണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാ. അപ്പൊ ലെറ്റ്സ് ഗോ. പടത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു തീർന്നില്ലല്ലോ. പറഞ്ഞു, പക്ഷെ പറഞ്ഞു തീർന്നിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. അടിപൊളി സിനിമ കേട്ടോ. നല്ലൊരു ക്രൈം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ ഇതായിരിക്കണം. സസ്പെൻസിന് സസ്പെൻസ്, ആക്ഷൻ ആക്ഷൻ. നമുക്ക് അതാണ് ഈ ഇങ്ങനത്തുള്ള പടത്തിലേ നമുക്കൊരു അവസാനം വരെയും നമുക്ക് ഒന്നും കത്തരുത്. മറ്റേത് നമുക്കറിയാം ഒരാളായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതങ്ങനല്ല. എല്ലാരും നമ്മൾ സംശയിക്കും. എല്ലാരും ലാസ്റ്റ് നമ്മൾ മണ്ടരാക്കും. ഇതൊന്നും അല്ലായിരിക്കും. അതാണ് ഒരു പടത്തിന്റെ വിജയം. അതെ, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയണമെങ്കിൽ എത്രയും ഇഷ്ടപ്പെട്ടു പടം. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഇടയ്ക്ക് കണ്ടതിൽ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് സിനിമ കാണാൻ വന്നാലും പാർക്കിങ്ങിന് പൈസ കൊടുക്കണം. അല്ലാതെ നമ്മൾ 10,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാലും അല്ലെങ്കിൽ 5,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാലും നമ്മള് ലുലു മാളിൽ പൈസ കൊടുക്കണം. ഇല്ലേ? ഇതൊക്കെ മാറ്റണം കേട്ടോ സിസ്റ്റം ഒക്കെ. നിങ്ങളുടെ പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാൻ പൈസ നോക്കുന്നു. ഇതിൽ കിടന്നല്ല, ഞാൻ കീയ നോക്കുന്നു. അതായത് നമ്മള് ലുലുമാളി വന്നിട്ട് 10,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങേ, എന്നാലും നമ്മളിവിടെ പാർക്കിംഗ് ഫീ വാങ്ങും. എന്താ അവസ്ഥ എന്നാലോചിക്കണം. ചിലപ്പോൾ ചില മാസമൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. ഏതാണ്ട് ഒരു 7,000 രൂപയ്ക്ക് 6,000 രൂപയ്ക്ക് വാങ്ങാറുണ്ടല്ലേ. എങ്ങനെ 5,000 രൂപ പുറത്ത് എങ്ങനെ എത്ര വട്ടം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പാർക്കിങ്ങിന് കാശ് കൊടുക്കണം. അതും സത്യത്തിൽ ആ ഒരു ഇത് മാറ്റണം കേട്ടോ. കാരണം അല്ലാണ്ട് ഇപ്പൊ ശരി ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ ലുലു മാൾ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങൾ ജോലിക്കാരാണ്, ഞാൻ അല്ലാണ്ട് പറയുക. അവര് ജോലിക്കാരാണ്, അവരെന്ത് ചെയ്യാനാണ്, അവരെ നമ്മളൊന്നും പറയുന്നില്ല. ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി പറയുന്നത് വേറൊന്നുമല്ല. അതായത് ഇങ്ങനൊരു സിസ്റ്റം വെക്കണം. അതായത് എന്താ പറയുന്നത്, നമ്മളിപ്പം ഈ ലുലുമാൾ കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാരും ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലുലുമാളിൽ കയറിയിട്ടേ പോകും. ഓക്കെ, അപ്പൊ അവരെ നിന്ന് വാങ്ങിച്ചു. കാരണം അവര് ചിലപ്പോൾ പ്രത്യേകിച്ച് ഷോപ്പൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം ഗേൾ ഫ്രണ്ടുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ കറങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അവരെ നിന്ന് വാങ്ങുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മളൊക്കെ വാങ്ങുന്ന വെച്ചാൽ നമ്മൾ ഷോപ്പ് ചെയ്യും. ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മള് നിങ്ങളെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇതേ കണക്ക് എല്ലാ ടാക്സും അതും ഇതും എല്ലാം അടച്ച് എല്ലാം വില അറിയാലോ. എത്രയായാലും ഭയങ്കര വിലയാണ് എല്ലാ സാധനങ്ങൾക്കും. അത്രയും വില എടുത്ത് നമ്മള് 10,000, 5,000, 6,000, 7,000 രൂപയ്ക്കൊക്കെ മാസം സാധനം ഒന്നിച്ചാ വാങ്ങിച്ചോണ്ട് വന്ന ഒരു ഡിക്കി നിറയെ. ഇത്ര സാധനം വാങ്ങുമ്പം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു പരിഗണന കൊടുക്കണം. ബില്ല് കാണിക്കണം. ബില്ല് കാണിച്ചിട്ട് എല്ലാവരും കയറ്റി വിടണം. അതിപ്പോ 500 രൂപയായാലും 1,000 രൂപയ്ക്കായാലും സാധനം വാങ്ങിച്ച് കയറ്റി വിടണം. എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞത് 2 മണിക്കൂറിലോട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് എൻ്റർ ആവത്തുള്ളൂ. എന്നാലും ആ മണിക്കൂറിലെ കാശ് എടുക്കും. നൈറ്റ് ടൈം വിത്ത് കട്ടൻ വിത്ത് ഓംപ്ലേറ്റ്. ഇന്ന് ചലഞ്ച് ചെയ്യുന്നോണ്ടാണെന്ന് അറിയാൻ വയ്യ, എനിക്കങ്ങ് ഉറക്കം വരുന്നു. പുല്ല് അപ്പം ഞാൻ എഡിറ്റിംഗ് തുടങ്ങി സുഹൃത്തുക്കളെ. അതല്ലേ ഉറക്കം വരുന്നുണ്ടോ? കുറച്ച് തുണി മടക്കമുണ്ട്, ഞാൻ അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. കാപ്പിയല്ല വേണം. വേണ്ട, സൗണ്ടൊക്കെ മാറി. ഞാൻ ഇത്ര നേരം അവൻ്റെ കൂടെ കിടക്കുമായിരുന്നേ. അപ്പൊ ഉറങ്ങി അവൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു. കിടന്നപ്പോ സമ്മതിക്കില്ല. നമ്മൾ ഓരോ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്യാം. 2:30 സമയം. ഞാൻ എന്തായാലും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എഡിറ്റിങ്ങിന് ഇങ്ങനെ പോകും കേട്ടോ. വേറെന്തെങ്കിലും ചെയ്യാറുണ്ട്. പക്ഷെ ടി വി സൗണ്ട് കുറച്ചിട്ടാ അധികം കുഴപ്പമില്ല. ഒരാള് കോട്ടുമായിട്ട് കണ്ട അടുത്ത ആൾ അപ്പം ഇടും. അതിനി ആരാന്നേലും ശരിയല്ലേ? പകർച്ചവാദി പെട്ടെന്ന് പകരുന്നത്. കോട്ടും എന്ത് പകർച്ചവാദിയാണ്. അതിന്റെ പിന്നിലുള്ള സയൻസ് ഒന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് കണ്ട് ഞാൻ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടോണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ട് നമ്മൾ ഇന്നലെ ആദ്യമായിട്ട് 10 മണിക്ക് കിടന്നുപോയി. നമ്മൾ ഇന്ന് നേരത്തെ നേരത്തെ ഉറങ്ങി. ശരിയാ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് വരാം. ജോലിയൊക്കെ ഉണ്ടാക്കി ചേർത്തിട്ടുള്ളൂ. ഇതധികം നാളും നീണ്ടു പോകൂല.
3 മണി. ചില്ല എഡിറ്റിംഗ് ഏട്ടാ എഡിറ്റ് ചെയ്യേ. ഞാൻ ഉദ്ദേശിച്ച് തുണി മടക്കമുണ്ട്. അതിൽ അങ്ങോട്ടന്നെ അടുത്ത് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചെറിയൊരു ലൈറ്റ് വിട്ടിട്ട് ഞാൻ കുറച്ച് തുണി മടക്കാൻ പോകും. എന്നിട്ട് ഞാൻ അവിടെ വന്നിരിക്കാം. ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി വീഡിയോ കാണണം, കണ്ടിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, മൈ മാനേജർ വിൽ ബി അപ്ലോഡ് ദാറ്റ് വീഡിയോ. ഗായ്സ്, ടൈം 3:45. അമ്പൂട്ട ഉണർന്നു, ഉറങ്ങി. വീഡിയോ കണ്ടുവരുന്ന സൗണ്ടിൽ അതിൽ അടുത്ത ആളില്ലെങ്കിൽ പോകണം. ഇനി ഉറക്കണമെങ്കിൽ നീ കൂടെ ഒന്ന് കിടക്കണം. പക്ഷെ കുറേ പോലെ ചുമ്മാ കിടക്കണം. ലൈറ്റ് അടച്ച് കിടക്കണം. രണ്ടുപേര് കിടന്നാലേ അവനി ഉറങ്ങും. അയ്യോ സങ്കടം, ഉറക്കം വന്നിരിക്കുവാണേ. അപ്പോൾ ഗൈസ്, എൻ്റെ കണ്ണൊക്കെ ചോന്നിരിക്കുകയാണ്. 3:45 ഉള്ളൂ, സമയമൊന്നും ആയില്ല. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ചേഞ്ച് ആവട്ടെ. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷന് പോയാലേ ചേഞ്ച് ആയിട്ട് വരാം. മാറി പിന്നെ ഉറക്കം വരുമ്പോൾ എനിക്ക് നടക്കാം, പുഷപ്പ് കഴിക്കാം, വർക്കൗട്ടൊക്കെ ചെയ്യാം. പിന്നെ ഉറക്കം വരും. ടി വി കാണാൻ ഞാൻ കുറച്ച് ഗെയിം കളിച്ചാലും നല്ലത്. ഞാൻ കുറച്ചൊരു ഗെയിം കളിക്കണം. കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് ടാബിലൊക്കെ വീഡിയോ കണ്ടിരുന്നു. ഞാൻ കുറച്ച് ഗെയിം കളിക്കാൻ പോകട്ടോ. അല്ലെങ്കിൽ നീ പറയുമ്പോൾ 5 മണിക്ക് ഞാൻ ഗെയിം കളിക്കുന്നു. ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. വെളുപ്പാങ്കാലത്ത് അവിടെ റീൽ ഷൂട്ട്. എൻ്റെ പൊന്നോ, ഞാൻ GTA 5 വിളിക്കാം കേട്ടോ. നടക്കട്ടെ. 5:28. അയ്യോ വെളുപ്പാങ്കാലം, അട്ടപ്പാതിരല്ല, 6 മണിയാവാറായില്ലേ? വെളുപ്പിനെ ആവാറായി. പ്രേതത്തിനെ പോലെ ഉണ്ട്, അല്ലാതെ ഉണ്ട് പ്രേതം. പിന്നെ ഇതും കൂടി വാരി പൂശിയപ്പം മുതു പ്രേതം. അമ്പൂട്ട റോളോൺ. ഇത് കഴിവ് കളച്ചിട്ട് വരാം. 6 മണിയാവാറായി ഗൈസ്. 5:57, 6 സീരിയസ്ലി എന്ന് വെച്ചാൽ ഇപ്പോഴേ ഒരു 8-9 മണിയാകുമ്പോൾ, ഇന്നലെ 9 മണിയായപ്പോൾ പണിക്കാർ വന്നു. കുഞ്ഞും ഒരു 9 മണി 8:30 ആകുമ്പോൾ അവനും എണ്ണീക്കും. അപ്പം അന്നേരം ഉറങ്ങാൻ നിന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ 24 എന്നുള്ളത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കും. 30 ഒക്കെ ആയിരുന്നു വരും. പിന്നെ അവന് എഴുന്നേറ്റ് അവന് ഫുഡും കൊടുത്ത് അവനെ കുളിപ്പിച്ച് കുറേ നേരമൊക്കെ കളിച്ച് അവൻ ഉറങ്ങാൻ എങ്ങനെയായാലും ഒരു 12 മണി 1 മണിയാവും. അന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് പ്രാന്ത് പിടിക്കും. സത്യം, വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ലാസ്റ്റായിട്ട് രാവിലെ എണീറ്റ്. നേരം വെളുത്ത് ഗൈസ്, ഇത്രയും വെളുത്ത്. ഞാനും അതാ ആലോചിച്ചത്, എനിക്ക് കണ്ടപ്പോ ഞെട്ടിപ്പോയടി. നേരം വെളുത്ത് ഗൈസ്. നമ്മൾ സത്യത്തിൽ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ചെയ്തു. മാക്സിമം ഞാൻ എത്ര നേരം വരെ നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 7:45 ഭയങ്കര ടയർഡായി ഗൈസ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ സെറ്റി കിടന്നപ്പോൾ എനിക്ക് എപ്പോഴോ കണ്ണടച്ചെന്നൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട്. സീരിയസ്ലി ഓപ്പറേറ്റ് പറയാമല്ലോ. എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഞാൻ ഫോണിൽ കളിച്ചൊരു 7:15 വരെ ഇരുന്നു കേട്ടോ. 7:15 വരെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 7:47 ആ ഒരു ടൈം ഞാൻ എപ്പോഴോ കണ്ണടച്ച് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുവരെ ഇരുന്നോളൂ ഗൈസ്. ഏതാണ്ട് ഒരു 7:15 വരെ ഞാൻ ഇരുന്നോളൂ. പക്ഷെ ലാസ്റ്റ് വരെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. മുതലേ കുഞ്ഞ് നല്ല ഉറക്കമായി.
ഞാനേ 7 മണിവരെ ഇരുന്ന് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. അറിയരുത്, ഇവിടെ കഷ്ടപ്പെട്ട് ഇരുന്നിട്ട് മനുഷ്യൻ ലാസ്റ്റ് സോഫയിൽ കിടന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോ ഏട്ടൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ ഉണർന്നപ്പോ ഏട്ടൻ ഉറങ്ങുമായിരുന്നു. അവളെ 6 മണി വരെ ഇരുന്നു, ഞാനൊരു 7 മണി വരെ ഇരുന്നു കേട്ടോ. 7 മണി ടു 7:45 ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ 7 മണി എന്ന് പറയുന്നത്. 7 മണി എന്നുള്ളത് ഞാൻ ഫോണിൽ നോക്കിയായിരുന്നു. ഏട്ടൻ അപ്പോഴേ അവിടെ വന്നിരുന്നു. ഇല്ല, ഞാൻ സെറ്റി കിടന്ന് ഉറങ്ങിപ്പോയി. ഹോപ്പ് കാശിങ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.